കൃഷി ചെയ്യാൻ ഒരുപാട് ഏക്കറുകൾ വേണ്ട, ഒരുപാട് സ്ഥലം വേണ്ട. കൃഷി ചെയ്യേണ്ട ഒരു മനസ്സിലാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. ചെറിയ ഒരു ചിരട്ടയിൽ പോലും നമുക്ക് കൃഷി ചെയ്യാം. ഒരു ചെടി വളരും ഒരു ചിരട്ടയിലുള്ള മണ്ണിൽ. അത് നമുക്ക് വലിയ പാടത്ത് പോകണം, പക്ഷെ അതിനൊരു മനസ്സാണ് ഉണ്ടാവുക. ഒരു ചെടി വളരുന്നത് കാണാനും ഒരു പൂവിടുന്നത് കാണാനും അതിലൊരു കായ ഉണ്ടാവുന്നത് കാണാനും അത് പറിച്ച് നമുക്കോ മറ്റുള്ളവർക്കോ കൊടുക്കാനും ഒക്കെ തോന്നുന്ന ഒരു സന്തോഷമാണ് പ്രധാനമായിട്ടും കൃഷി കൊണ്ടുണ്ടാകുന്നത്. 100% ശരിയല്ലേ മമ്മൂട്ടിയാ പറഞ്ഞത്? ഞാൻ അതിനോട് വളരെയധികം യോജിക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ സിറ്റുവേഷൻ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. സ്ഥലമില്ല, മണ്ണുമില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ ചെറിയ രീതിക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തുണ്ടാക്കുന്നത് ടെറസിൻ്റെ മുകളിലാട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ ആകെ 3 മീറ്റർ മുറ്റേ ഉള്ളൂ. അവിടെയാണ് കുറച്ച് ചെടികളുണ്ട്, ഒരു വണ്ടി നിർത്താനുള്ള സ്ഥലവും വേണം. അപ്പം ഞാൻ ടെറസിൻ്റെ മേലേക്കാണ് കേട്ടോ ഇതെല്ലാം കയറ്റി വെച്ചിട്ടുള്ളത്. മണ്ണില്ല എന്നുള്ളതാണ് ഒരു വിഷയം എന്നുണ്ടെങ്കിൽ നമ്മൾ കരിയിലകളും കുറച്ച് ചകിരിച്ചോറും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ആകെ 6 ചട്ടിയിലാണ് പയർ വെച്ചിട്ടുണ്ടായിരുന്നത്. 3 നമ്മുടെ മീറ്റർ പയറും 3 ചട്ടിയിൽ നമ്മൾ സാധാരണ കുറ്റിപ്പയറും. ആദ്യം കായ്ച്ചത് മീറ്റർ പയറിലാട്ടോ. കുറ്റിപ്പയർ ഇപ്പോഴും നല്ല ഇലച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ കായൊന്നും വന്നിട്ടില്ല, പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത വീട്ടിലത്തെ താത്ത പറഞ്ഞു കുറ്റിപ്പയറിന്റെ ഇല ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്, ഇനി അത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇല ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ അത് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാനുള്ളൊരു മടി. എന്തായാലും പയറ് പാകമായപ്പം അതെടുത്ത് കൊണ്ടുവന്ന് ഉപ്പേരി വെച്ച് കഴിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ. ആദ്യത്തെ അനുഭവമാണ്, അതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇതുവരെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോകണം കേട്ടോ. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ എല്ലാവരും എപ്പോഴും പറയുന്നതാണെന്ന് അറിയാം, എന്നാലും പുതുതായിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല. നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും അതും ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത് പച്ചമുളകാണ് കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്ന മുളക്, അത് ചുമന്ന മുളക് അതിലുണ്ടായപ്പോൾ അത് ഉണക്കിയതിന് ശേഷം അതിൻ്റെ വിത്ത് ജസ്റ്റ് കുഴിച്ചിട്ടിട്ട് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ മുളകൊക്കെ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പയറിൻ്റെ ഉപ്പേരി വെക്കാൻ ഉള്ള മുളകും ഞാൻ മരത്തുനിന്ന് തന്നെ പറിച്ചത്. നല്ല ഓർഗാനിക് ആയിട്ടുള്ള പയറുണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ കടയിൽ നിന്ന് മേടിച്ച മുളക് അതിലിട്ടിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിലുണ്ടായ മുളക് തന്നെയാണ് കേട്ടോ അത് ഉപ്പേരി വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ആർക്കും കൊടുക്കാതെ തിന്നണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എല്ലാവർക്കും കൊടുത്ത് തിന്നുമ്പോഴല്ലേ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇത് തിന്നയോളം ഞാൻ ഇതിൻ്റെ മധുഹ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയ പയറായതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല മധുരം എന്നൊക്കെ. എന്തായാലും ഇപ്പം ആകെ 4 പയറേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും കഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത തവണ ഇൻഷാല്ലാ കുറേ ഉണ്ടാവട്ടെ, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഓക്കെ, സംഭവം വെറുതെ പറഞ്ഞൊന്നുമില്ല കേട്ടോ. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടെന്ന് എന്താണെന്ന് എനിക്കും അറിയില്ല, നല്ലൊരു ടേസ്റ്റ് തിന്നാൻ തന്നെ. പക്ഷേ കടയിൽ നിന്ന് വാങ്ങി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതല്ലാത്ത വേറൊരു ഇത് എൻ്റെ തോന്നലാണോ എന്നറിയില്ല. എന്തായാലും അടിപൊളിയാണ്. ഇനിയും ഇതിനേക്കാളും നല്ല ഉഷാർ